രോമാഞ്ചം വൈബിലൊരു പടം തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഈ പടത്തിന്റെ ടീസറും പാട്ടെല്ലാം വന്ന സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ചായിരുന്നു FDFS കാണണം എന്നുള്ളത്. പക്ഷേ കഷ്ടകാലത്ത് എനിക്ക് പനി വന്നതുകൊണ്ട് ഇന്നാണ് ഞാൻ പടം തിയേറ്ററിൽ പോയി കണ്ടത്. ഇതൊരു കിടിലം പടമാണ് കേട്ടോ. തിയേറ്ററിൽ കാണേണ്ട, എൻജോയ് ചെയ്ത് കാണേണ്ട ഒരു നല്ലൊരു കോമഡി പടം. ഹൊറർ കോമഡിയാണ് പടത്തിന്റെ ജോണർ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അതായത് ഹൊറർ വേണം, അതുപോലെ തന്നെ കോമഡിയും വേണം. ഏതെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലെവൽ മാറിപ്പോയി കഴിഞ്ഞാൽ പടം അത് അത്യാവശ്യം നല്ല ഫ്ലോപ്പായി മാറും. പക്ഷേ ഈ പടത്തിൽ ഹൊററും അതേപോലെ തന്നെ കോമഡിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആയിരുന്നു. പടം സ്റ്റാർട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ പടത്തിന്റെ ലോജിക്ക് നമുക്ക് ക്ലിക്കാവും. പിന്നെ പടം തീരുന്നത് വരെ ഇല്ല, ആ ലോജിക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് റൈറ്റർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വെൽ റിട്ടൺ സ്ക്രിപ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല മേക്കിംഗ് ആണ്. മേക്കിംഗ് എന്ന് വെച്ചാൽ ഇതാണ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു പടത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ, വളരെ ദയനീയമായിരുന്നു. ഇത് കണ്ടുപിടിക്കുക, നല്ല മേക്കിംഗ്. ഈ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, മ്യൂസിക് നല്ല കിണ്ണം സാധനമായിരുന്നു. നല്ല ടോപ്പ് നോച്ച് സാധനം. സിനിമാറ്റോഗ്രാഫറെല്ലാം നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക്, പടത്തിലെ എല്ലാ പാട്ടും അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് തള്ള വൈബ് എന്ന് പറയുന്ന ഒരു പാട്ടായിരുന്നു. അതാണ് ആദ്യം യൂട്യൂബിൽ വന്നത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, ഈ പടത്തിൽ അതല്ലാതെ ഒരു 3-4 പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം, ഈ മല്ലിക സുകുമാരൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷമില്ലേ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ട് വരുന്നുണ്ട്, കുറച്ചൊരു സങ്കടമുള്ള ഒരു പാട്ട് വരുന്നുണ്ട്. ആ പാട്ടിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്തില്ലേ, ഈ ഇമോഷണൽ എന്ന് പറയുന്ന സാധനം മാറിയിട്ട് ഒരു സാധനം വരുന്നുണ്ട്. അതിന്റെ വിഷ്വൽ എന്ന് വെച്ചാൽ ഒരു കോളേജ് ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ പോകുന്നതാണ്. ആ ഒരു ട്രാൻസിഷൻ അടിപൊളിയായിരുന്നു, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഈ കാസ്റ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സാഗർ സൂര്യ, ഗണപതി, അമീൻ, ഈ ഒരു ട്രയോ ഉണ്ടല്ലോ, നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അത് അവരുടെ ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഒരു ഗീവ് ആൻഡ് ടേക്ക് എല്ലാം നല്ല രസമാണ്. നമുക്കങ്ങനെ ബോറായിട്ടൊന്നും തോന്നില്ല. ഈ ഒരു ട്രയോ എനിക്ക് ഇതിന് മുമ്പ് സിനിമയിൽ 3 ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. പക്ഷെ നമുക്ക് ആ ഒരു പരിചയക്കുറവൊന്നും ഇവിടെ ഫീൽ ചെയ്യില്ല. ഈ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർ കുറെ നാളായിട്ട് ഫ്രണ്ട്സ് ആയതുപോലെ തന്നെ നമുക്ക് തോന്നും. നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഹൊറർ പോലെ തന്നെ ഈ പടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോളേജ് ലൈഫ്. കോളേജിൽ ഒരു ഹോസ്റ്റൽ എടുക്കുന്ന കാര്യമൊക്കെ വരുന്നുണ്ട്. ഒരു 40% കോളേജ് ഹോസ്റ്റലാണ്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ച ഒരാളാണ്. അപ്പൊ നമുക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് തമാശകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മേക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാലില്ലേ, വെൽ മെയ്ഡ് ആയിട്ടുള്ളൊരു പടമാണിത്. നല്ല സ്ക്രിപ്റ്റും നല്ല മേക്കിങ്ങുമാണ്. അതായത് ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്, മ്യൂസിക്, ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ സ്റ്റോറിയുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും മേക്കിങ്ങിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്റ്റോറിയെക്കാട്ടിലും മേലോട്ട് പോയിട്ടില്ല. പക്ഷെ ആവശ്യമുള്ള സമയത്തെല്ലാം സിനിമയെ മൊത്തത്തിലൊന്ന് എലവേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ 3 ഫാക്ടേഴ്സിനും. പ്രത്യേകിച്ച് മ്യൂസിക്കിന് ഞാൻ വിചാരിച്ചു പാട്ട് മാത്രം അടിപൊളിയായി പോകുന്നതാണ്. അങ്ങനെയല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല കട്ടയ്ക്ക് തന്നെ പോയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി, ഹൊറർ പടം ആയതുകൊണ്ട് സിനിമാറ്റോഗ്രാഫിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ കോമഡിയും കാണാൻ വേണ്ടി പറ്റണം, അത്ര തന്നെ കളർഫുൾ ആയിരിക്കണം. ഈ 3 കാര്യങ്ങളും സിനിമാറ്റോഗ്രാഫർ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സിനിമാറ്റോഗ്രാഫി ആയിരുന്നു. എഡിറ്റിങ്, നല്ല എഡിറ്റിംഗ് വർക്കായിരുന്നു. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ട്രയോ ഇല്ലേ, സാഗർ, അതുപോലെ തന്നെ ഗണപതി, അമീൻ, ഇവരെ കൂടാതെ വന്നിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളുണ്ട്. ആ ബോംബ് വരെ വന്ന ചങ്ങായി എല്ലാം ഉണ്ടല്ലോ, അയാൾ മരണ കോമഡി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് അയാളെ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് അയാൾക്ക് അങ്ങനെ അധികം ഒന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷെ പടം തീരുന്നത് വരെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്തില്ല, അയാൾ വരുന്ന സീനിലെല്ലാം നമ്മൾ ചിരിച്ചു പോകും. അന്യായ പെർഫോമർ ആയിരുന്നു അയാൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ അമീന്റെ കാര്യം, ഇപ്പൊ അമീൻ ഈ നമ്മൾ ഷോർട്സിലും അതുപോലെ തന്നെ റീൽസിലെല്ലാം കാണുന്ന സമയത്ത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. മീൻസ് അതൊരു 9:16 ആ ഒരു സ്ക്രീൻ റേഷ്യയിലല്ലേ നമ്മൾ കാണുന്നത്. അപ്പൊ അയാൾക്ക് അധികം മൂവ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടുന്ന് സിനിമയിലേക്ക് വരുന്ന സമയത്തില്ലേ, ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനിലാണ് ഞാൻ ഇയാളൊന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഇയാളെ കാണുന്ന സമയത്തില്ലേ, ഇയാളുടെ മൂവ്മെന്റ് എല്ലാം ഭയങ്കര ലിമിറ്റഡ് ആണ്. ചില ഭാഗത്ത് ഞെട്ടുന്നത്, അതുപോലെ തന്നെ കയ്യും കാലെല്ലാം അനക്കുന്നതല്ലേ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അയാൾ അത്രയും ഒരു ഭയങ്കര മസിൽ പിടിച്ച് അഭിനയിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു ഫ്ലോ ഇല്ല, ഒന്നും ഫ്രീ ആകുന്നില്ല ആള്. പക്ഷെ ആ സിനിമയിൽ നിന്ന് ഈ പ്രകമ്പനത്തിലേക്ക് വരുന്ന സമയത്തില്ലേ, അമീൻ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ട്. അത് കുറച്ച് നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് തരുന്നൊരു കാര്യമാണ്. അതായത് നമുക്ക് നല്ലൊരു ആക്ടറിനെ കിട്ടും, നല്ല ഹോപ്പ് തരുന്നൊരു ആക്ടറാണ്. കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗണപതി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടറാണ്, പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ, നല്ല അടിപൊളിയായി തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്. സാഗർ തൂക്കി തന്നെ പറയാം. അതായത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ പടത്തില് നമ്മുടെ സന്ദീപിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, പെട്ടെന്ന് ഈ സുരാജിന്റെ ക്യാരക്ടറിലേക്ക് പോവുക, അതുപോലെ തന്നെ ഷറഫുദ്ദീന്റെ ക്യാരക്ടറിലേക്ക് പോവുക, അതുപോലെ തന്നെ ഇതില് മല്ലിക സുകുമാരന്റെ ക്യാരക്ടറും സാഗറിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയായി തന്നെ ചങ്ങായിച്ചിട്ടുണ്ട്. അയാൾ നല്ല റേഞ്ചിലുള്ള ആക്ടറാണ്, എന്റെ അമ്മോ ഒരു കിടിലൻ ആക്ടർ. അതുപോലെ തന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ പോകുന്ന സീൻ അടിപൊളിയായിരുന്നു. ലാൽ ജോസിന്റെ ആ ഒരു കോമ്പിനേഷൻ സീനൊക്കെ ഇല്ലേ, നമ്മൾ ചിരിച്ച് പണ്ടറടങ്ങുമ്പോ ഗംഭീരമായിട്ടുള്ള പടമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ
അസീസിന്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് ചിരി വരും. ഒരു പക്ക പാർട്ടിക്കാരൻ. എന്നിട്ട് ഇയാളും ഈ പ്രേതവും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ട്, എന്റെ പോലെ ചീരി ചൂപ്പാട് നടക്കും. അതുപോലെ തന്നെ അസീസിന്റെ ഓട്ടം ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അയാൾ കോമഡി ഷോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വോഡഫോൺ കോമഡി സ്റ്റാറിലെല്ലാം അയാൾ ഓടുന്ന സ്റ്റൈൽ കാണുമ്പോൾ നമുക്ക് ചിരി വരും. അതുപോലെ 2-3 ഓട്ടം ഈ പടത്തിലും വരുന്നുണ്ട്. പിന്നെ കലാഭവൻ നവാസിന്റെ കാര്യം, അയാളുടെ ലാസ്റ്റ് പടമായിരുന്നു. അധികം ചെയ്യാനൊന്നും ഇതായിട്ടില്ല, പക്ഷെ നല്ല വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് അതിന്റെ ഇടയ്ക്കാണല്ലോ മരിച്ചു പോകുന്നത്, അപ്പോൾ അത് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നല്ല എന്താണ്, ആവശ്യമുള്ള സ്ഥലത്തെല്ലാം അയാളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതുകൂടാതെ മല്ലിക സുകുമാരന്റെ കഥാപാത്രം, അവരെ കുറിച്ചൊന്നും പറയാനില്ല. നല്ല വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ സ്ക്രിപ്റ്റും മേക്കിങ്ങും ആട്ടോ ഹീറോസ്, നല്ല സ്ക്രിപ്റ്റ് ആണ്, വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. എവിടെയും നമുക്ക് ബോറടിക്കില്ല. ഇന്റർവെൽ ആണെന്ന് നമ്മൾ അറിയുകയില്ല, പടപടപടപടേത് പടം ഇങ്ങനെ പോകും. അതായത് എവിടെ ഒരു സീറോ ലാഗ് ആണ് പടം. നല്ല ഫ്ലോയിൽ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു വൈബ് പടമാണ്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പടം കാണാൻ പോകുന്നുണ്ടെങ്കിലേ നല്ല ഫ്രണ്ട്സ് എല്ലാം ആയിട്ട് കുറച്ച് ടീമായിട്ട് പോവാം, എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല തമാശകൾ ഈ പടത്തിലുണ്ട്, പക്ഷെ വൾഗർ ആയിട്ടുള്ള തമാശയും കാര്യങ്ങളൊന്നുമില്ല. എവിടെയോ ഇങ്ങനെ ഒരു ഡബിൾ മീനിങ്ങോ ഒരു പരിപാടിയൊന്നും ഇല്ല. പക്ഷെ ഈ വെർബലായിട്ടുള്ള നല്ല ഡീസന്റ് ആയിട്ടുള്ള തമാശ ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ്. അതുപോലെ തന്നെ ഈ അസീസ് മറ്റേ ഈ സ്മാരകത്തിന്റെ അടുത്ത് നിന്ന് സിന്ദാബാദ് പഠിക്കുന്ന ഒരു സീനെല്ലാം ഉണ്ട്, അത് നമുക്ക് ഓർക്കുമ്പോ തന്നെ ചിരി വരും. അതെല്ലാം നല്ല കിണ്ണുമായിരുന്നു കേട്ടോ. പറയണെങ്കിൽ നമ്മൾ ഡയലോഗ് സീൻ ബൈ സീൻ നിന്ന് പറയേണ്ടി വരും. നല്ല രസകരമായിട്ടുള്ള പടം. അതേസമയത്ത് തന്നെ ഇമോഷണൽ ആയിട്ടുള്ള സീനിലൊക്കെ ഗണപതി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരാൾ പറയാൻ വിട്ടുപോയി, രാജേഷ് മാധവന്റെ കഥാപാത്രം, ആ റഷ്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ശരിയായി, അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ആ ഭാഗം എത്തുമ്പോഴത്തേക്ക് സിനിമ ഒന്ന് ഡൗൺ ആവുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മൾ അത്രയും സമയം കണ്ടിരുന്ന ഒരു സ്റ്റൈലല്ല പിന്നീട് അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ആ ഒരു ഭാഗത്തില്ലേ നല്ലൊരു കൈയടക്കം ഡയറക്ടർ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ചതിക്കാത്ത ചന്തു സിനിമ കാണുന്ന സമയത്തില്ലേ, അവര് ആ സിനിമ കഥയെല്ലാം വിട്ടിട്ട് ഇവർ ഈ പേടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യില്ല. അത് വേറെ തന്നെ ഒരു ജിയോഗ്രഫിയിലേക്കാണല്ലോ അവർ പോകുന്നത്, ആ വീടിന്റെ അകമല്ലായിട്ട്. അതേപോലെ തന്നെ ഒരു വീടായിരുന്നു ഇവിടെയും, പക്ഷെ നല്ല കൈയടക്കത്തോടെ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവൻ അറിയാലോ, നല്ല സ്റ്റേജ് പെർഫോമർ ആണ്, നാടകത്തിന്റെ നല്ല ബാക്ക്ഗ്രൗണ്ട് അയാൾക്കുണ്ട്. അപ്പോൾ അയാൾ പിടിച്ചു നിൽക്കും എല്ലാ സ്ഥലത്തും, നന്നായി തന്നെ അയാൾ ചെയ്തിട്ടുണ്ട്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു പടം. നല്ല പടം കേട്ടോ, നല്ല മ്യൂസിക്, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല കഥ, നല്ല മേക്കിംഗ്, കിണ്ണം പെർഫോമൻസ്, സൂപ്പർ ആയിട്ടുള്ളൊരു പടം. ഒറ്റ നിരാശയുള്ളൂ, ഇത് FDFS കാണാൻ വേണ്ടി പറ്റിയില്ല, എനിക്ക് പറ്റിയില്ല. പക്ഷെ ധൈര്യമായിട്ട് കാണുക, ഇത് നല്ല റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള ഒരു പടമാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുള്ള പടം. പേര് പോലെ തന്നെ പ്രകമ്പനം, ശരിക്കും ഒരു പ്രകമ്പനം തന്നെ ഉണ്ടാക്കി. ഗംഭീര പടം.